ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കൂടുതൽ പേർ അറസ്റ്റിൽ. ഇന്ന് 3 പേർ കൂടി പിടിയിലായതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 8 ആയി. ആക്രമണം ആസൂത്രിതമാണെന്നാണ് ഇഡിയുടെ പരാതി. സുരക്ഷാ വീഴ്ച ചർച്ച ചെയ്യാൻ ഡിജിപിയെ ആഭ്യന്തരമന്ത്രി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. പോലീസിന് വീഴ്ച സംഭവിച്ചോ എന്ന് പരിശോധിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് 7 പേരെയും ഒരാളെ കോട്ടയത്തു നിന്നുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അക്രമസംഭവവുമായി ബന്ധപ്പെട്ട് 12 പേരെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. CPM പാളയം ലോക്കൽ സെക്രട്ടറി IP ബിനു, തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻ കൗൺസിലർ ആറ്റുകാൽ ഉണ്ണി എന്നിവർ ഒളിവിലാണ്. ഇവരുൾപ്പെടെ 5 പേരെയാണ് ഇനി പിടികൂടാനുള്ളത്. കണ്ടാലറിയാവുന്ന 300ഓളം പേർക്കെതിരെയാണ് കേസ്. അതിനിടെ ഇന്നലെയുണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പോലീസ് ഇന്റലിജൻസ് മേധാവികളെ വിളിച്ചു വരുത്തി. ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവ് A. ഹേമചന്ദ്രനും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ഗവർണറും റിപ്പോർട്ട് തേടിയതിന് പിന്നാലെയാണ് ഉന്നത ഉദ്യോഗസ്ഥരെ ആഭ്യന്തരമന്ത്രി വിളിച്ചു വരുത്തിയത്. ED ഉദ്യോഗസ്ഥർക്കെതിരായ അക്രമത്തിൽ വീഴ്ച സംഭവിച്ചോ എന്ന് പരിശോധിക്കുമെന്ന് പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. വധശ്രമമടക്കമുള്ള 12ഓളം വകുപ്പുകൾ ചേർത്ത് 2 FIRകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ED ഉദ്യോഗസ്ഥരുടെ പരാതിയിലും പോലീസിന്റെ പരാതിയിലുമാണ് 2 FIRകൾ. ആസൂത്രിതമായ ഗൂഢാലോചന അക്രമത്തിന് പിന്നിൽ ഉണ്ടെന്നാണ് ED ഉദ്യോഗസ്ഥരുടെ മൊഴി. മീഡിയ 1 തിരുവനന്തപുരം.